ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയും സവാളയും പച്ചമുളകും വെച്ചിട്ട് നല്ല കിടിലം വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. രാവിലെയൊക്കെ 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ രാവിലെയൊക്കെ 5 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലിട്ട് 3-4 പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന്. ഇനി ഇതിലേക്ക് ഞാനിതാ വലിയ സവാള ആണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2 ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞതോ പിന്നെ ഒരു 3 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാനിതാ മാറ്റി വെച്ചിന്. ആദ്യം തന്നെ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനൊരു സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കണ്ടേ. രാവിലെയൊക്കെ നമ്മൾ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വെറും 5 മിനിറ്റ് മാത്രം മതി നമുക്ക് റെസിപ്പി ഉണ്ടാക്കാൻ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുക. അങ്ങനെ അത് പൊട്ടി പൊരിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സവാള ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. പിഞ്ചുപ്പും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേണേ. പച്ചമുളക് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് എരിവ് കുറവായത് കൊണ്ടാണ് ഞാൻ 3 എടുത്തത്, അല്ലെങ്കിൽ 1 മതിട്ടോ. ഉള്ളത് ചെറുതാക്കി ഇങ്ങനെ നൈസായിട്ട് അരിയണേ. പിന്നെ കുറച്ച് കരിവേപ്പില വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തണേ. നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിച്ചപ്പ് ഇവിടെ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ കറിവേപ്പിലൊക്കെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അധികം അങ്ങോട്ട് കളറ് മാറാത്ത രീതിയിലുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിത് എടുത്ത് വെക്കേണ്ടത്. നെരിച്ചിലോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടണേ. അപ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മൾ ഒന്നങ്ങോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നതിന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറൊക്കെ ഇട്ടായിനെ കഴുകിയെടുത്തതിന് നേരത്തെ കഴുകിയതാണ്. ഒന്നും കൂടി ഞാൻ കഴുകിയെടുത്തതാട്ടോ. പിന്നെ അതായത് മിക്സിൻ്റെ ജാറെടുത്തുന്ന അരി ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം കേട്ടോ. ഈ ഒരു അരിക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു റെസിപ്പി. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജാറ് കേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഒരു സവാളൻ്റെ ഒക്കെ ഇതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണേ. ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ചുട്ടെടുക്കാൻ പറ്റുമോ. ഞാൻ ഇതിലേക്ക് നല്ലൊരു ചട്ടിനിയും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടേ. അപ്പോൾ അതങ്ങോട്ട് 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിനി ഉണ്ടാക്കുന്ന ടൈം മാത്രം കേട്ടോ. അങ്ങനെ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ 2-3 പച്ചമുളക് 1 സ്പൂണ്, 1 സ്പൂണിൻ്റെ അടുത്ത് കേട്ടോ ഈ ഒരു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. രാവിലെ വെറും 2 മിനിറ്റിനോട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചട്ടിനി കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ചട്ടിനിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അപ്പത്തിനും ചപ്പാത്തിക്കും ഇഡ്ഡലിക്കൊക്കെ അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു ചട്ടിനി. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്, പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് കറിവേപ്പില വറ്റൽമുളക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സമയത്ത് ചേർത്ത് കൊടുക്കണേ. നമ്മൾ അരച്ച് വെച്ച് ആ ഒരു തക്കാളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഒന്നങ്ങോട്ട് തിളച്ചെടുത്ത അടിപൊളി ടേസ്റ്റുള്ള ചട്ടിനിയായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണ്ടേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുക. അങ്ങനെ നമ്മൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ആ ചട്ടിനി ഉണ്ടാക്കിയ ടൈം മാത്രമാണ്. അങ്ങനെ കണ്ടില്ലേ ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിന്. ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടില്ലാതെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോഴാണ് ടേസ്റ്റ്. ഒന്നങ്ങോട്ട് മൂടി വെക്കുക. 1 മിനിറ്റോണ്ട് തന്നെ നമ്മൾ ഈ ഒരു കിടിലം വെറൈറ്റി ദോശ റെഡി ആയിന്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനതൊരു കറി ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഒരു ചൂടോട് കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നത്.
ഇനി മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ എരു കൂടുതലാണെങ്കിൽ ഒരു പച്ചമുളക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. കുട്ടികൾക്കൊന്നും അങ്ങനെ എരു പറ്റൂലല്ലോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് മുളകിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഓരോ കിടിലം ദോശ റെഡിയായതിന് ഈ ഒരു സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഇതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെക്കുക. അപ്പം തന്നെ നമ്മളെ ദോശ സെറ്റായതിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു ദോശ ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കിയാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നി. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു കിടിലൻ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.